പാത്രം അറിഞ്ഞ് വിളമ്പണം, ഓക്കാനോ ഉള്ളവന് വിളമ്പരം എന്നൊക്കെ കാരണന്മാര് പറഞ്ഞ കേട്ടിട്ടില്ല. അതല്ലേ ഇന്നലെ നമ്മൾ വയനാട് കണ്ടത് അല്ലേ? ഇവിടെ എത്ര പേര് ബംഗ്ലാവുകൾ പണിയുന്നു, അതിൽ എത്ര പേര് ഈ വാട്ടർ പോണ്ട് ഇൻഡസ്ട്രി നടത്താറുണ്ട്? ആരും ചെയ്യാറില്ല. അത് അതിന്റെ മേളിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് വാട്ടർ പ്രൂഫും അടിച്ചു കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറുക ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ വാർക്കുകൾക്കും ഈ പനിപ്പുണ്ടാവും. അതറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഏറ്റവും പ്രിസിഷനോടുകൂടി കുറ്റമറ്റതായിട്ട് ആ പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ 2 times ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് സർക്കാർ സംവിധാനത്തിൽ നിർമ്മിക്കുന്ന ആ നിർമ്മാണ പ്രവൃത്തിയിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന ആ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? എന്നിട്ട് അതിനെ ഏത് തരത്തിലാണ് വളച്ചൊടിച്ചത്? ഇതല്ലേ കോൺഗ്രസ് രാഷ്ട്രീയം? ഇതല്ലേ ശവം തൂക്കികൾ? ഇനി അയാൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തന്നെ അയാളത് അവിടെ ഫുൾ ടൈം ആയിട്ട് ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, സർക്കാരിന്റെ സംവിധാനങ്ങൾ ഫുൾ ടൈം 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ഇല്ലേ? അവരോടല്ലേ ചോദിച്ച് സംശയ ദൂരീകരണം നടത്തേണ്ടത്? അതിന് അയാൾ ചെയ്തെന്താ? അയാളുടെ ചീഞ്ഞ രാഷ്ട്രീയത്തിന്റെ വക്താവിനെ ശവം തൂക്കിനെ കൊണ്ടുവന്നിട്ട് ചാനലുകാരുടെ മുമ്പിൽ നിർത്തിയിട്ട് ഈ അപഖ്യാതി പറയുമ്പോൾ കൈയയച്ച് സംഭാവന നൽകിയ ഈ കേരള പൊതുസമൂഹത്തെയാണോ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്? ഇത്രയും ക്രിയാത്മകമായിട്ടൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന സർക്കാരിനെയല്ലേ അവരെ അവമാനിക്കാൻ ശ്രമിച്ചത് അല്ലേ? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വീടിനുള്ള അർഹതയൊന്നുമില്ല. ആ ഒരു 15 ലക്ഷം വല്ലതും കൊടുത്തിട്ട് ആ വീട് തിരിച്ചെഴുതി മേടിച്ചിട്ട് വല്ല മനസ്സിന് നന്മയുള്ള ആൾക്കാർക്കും കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. കാരണം അവന് യോഗ്യതയില്ല, അല്ലെങ്കിൽ ഈ നെറികേടല്ല ചെയ്യേണ്ടത്. ഇനി അയാൾക്ക് അവിടെ താമസിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാവും? നാളെ ആ ടൗൺഷിപ്പിനുള്ളിൽ കുത്തിത്തിരിപ്പുകൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭിത്തിയിൽ ഇനി ആണി അടിച്ചു കയറ്റിയിട്ട് ക്രാക്ക് ഉണ്ടെന്ന് പറയും. അവനവന്റെ സ്വന്തം പേരുടെ പെരത്തറ മാന്തിയിട്ട് അവൻ അവിടെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു സംശയം, തെറ്റിദ്ധാരണ സമൂഹത്തിന്റെ നടുക്ക് പരത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ദൂരീകരിക്കാനായിട്ട് അവിടെ ചെന്നിരുന്ന് പാട്ടയിട്ടിട്ട് കയറിയ അത് ജനസമൂഹത്തിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്ത മന്ത്രിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് വരെ പറഞ്ഞു അല്ലേ? ആ ടീം അയാൾക്ക് ആ വീട് കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ അതിന് അർഹതപ്പെട്ടവനല്ല, മാനസികമായിട്ട് അർഹതപ്പെട്ടവനല്ല ഉറപ്പായിട്ടും. അല്ലെങ്കിൽ തന്നിലെ ദുഷിച്ച രാഷ്ട്രീയം കൊണ്ട് ഇതുപോലൊരു പ്രോജക്റ്റിന്റെ അകത്ത് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയല്ല ചെയ്യുക. അയാൾക്ക് സംശയം ഉണ്ടെങ്കിൽ അയാൾക്ക് ദൂരീകരിക്കാൻ 100 മാർഗങ്ങളുണ്ടായിരുന്നു. അതല്ലല്ലോ ചെയ്ത്. അയാൾക്ക് ആ വീടിന്റെ അർഹതയില്ല. ഇനി ഇത് പറയാൻ നിനക്കെവിടെ അർഹത എന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എന്നാ പറ്റുന്നത് കൊടുത്തിട്ടുള്ള ഒരുത്തനാ ഞാൻ. അറിയാവോ? ഒരു 5-6 കെട്ടിടം മേടിക്കാനുള്ള കാശെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ റൈറ്റ് ഉണ്ട്.